സ്വാമി, എന്നോട് എന്തിനാ ദ്രോഹം ചെയ്ത്? അറ്റ്ലീസ്റ്റ് എന്റെ കുടുംബത്തിലെ എല്ലാവരെയും നന്നായി നോക്കിക്കൊള്ളണേ സ്വാമി. അമ്മാവാ, നാശിപ്പിച്ച്. നീ എപ്പോഴാ തിരിച്ചു വന്നേ? ഇപ്പൊ വന്നു എന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല അമ്മാവാ, കള്ളനെ പിടിച്ചു എന്നതിനാ ഇമ്പോർട്ടൻസ്. പ്ലീസ് ഒരെണ്ണം എന്താ മോളെ? ഓക്കെ 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 ഓക്കെ. കുട്ടികള് ചേച്ചി, നാളെ അമ്മയുടെ ചടങ്ങാണെന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താ? അത് പറയൂ ചേച്ചി, എന്നുവെച്ചാ എന്താ? അതെന്താണെന്ന് എങ്ങനെ പറയാൻ അഞ്ജു? ചേച്ചി, അമ്മ ഈ വീട്ടിലെവിടെയോ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത് ചേച്ചി. ആകാശ് മോനെ, അമ്മ ഇവിടെ തന്നെ ഉണ്ട്, മോന്റെ അടുത്ത് തന്നെ ഉണ്ട്. അമ്മയൊന്ന് നോക്കും മോനെ. നോക്കും മോനെ. അമ്മു ചേച്ചി, ആകാശേട്ടൻ പറഞ്ഞത് സത്യമാണോ? അമ്മ ഇവിടെ തന്നെ ഉണ്ടോ? അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ, എവിടെ അമ്മേ? അമ്മ, എന്തിനാ അമ്മ ഞങ്ങളിങ്ങനെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയത്? അമ്മയ്ക്കറിയാലോ ഞങ്ങൾക്ക് അമ്മയില്ലാതെ ഇവിടെ കഴിയാൻ പറ്റില്ലെന്ന്.
ഞങ്ങൾ തനിച്ചാക്കിയല്ലേ അമ്മ. അഞ്ജു അങ്ങനെ പറയരുത്, പറയരുത്. അമ്മ ഇല്ലാതെ ഞങ്ങൾക്ക് കഴിയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അമ്മ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് ആകാശേട്ടൻ പറഞ്ഞു. അത് സത്യമാണോ അമ്മ? പറയമ്മ. അഞ്ജു, അഞ്ജു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അമ്മ ഇവിടെ ഉണ്ട് മോളെ. മോളുടെ മുന്നിൽ തന്നെ ഉണ്ട്. അഞ്ജു, അമ്മ നോക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അമ്മ നോക്ക് മോളെ. അമ്മ എവിടെ അമ്മ ഉള്ളെ? ഞാൻ ഇവിടെ ഉണ്ട് മോളെ, ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. അമ്മ പറയമ്മ എവിടെ ഉള്ളെ? പറയ്. എന്റെ പൊന്നു മോളെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അമ്മ നിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. പേടിക്കണ്ട മോളെ, പേടിക്കണ്ട. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഒരു പ്രാവശ്യം അമ്മ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു അമ്മ. ഒരു തവണ അമ്മ അഞ്ചുമോളെന്ന് വിളിക്കുന്നത് കേൾക്കാൻ കൊതിയാവുന്നു അമ്മ. കനവിൻ കരിനിലാ സന്ധ്യയിൽ മുകിലായ കലേ ഒഴുകൂ നീ. ഒരു തവണ വിളിക്കമ്മ. അഞ്ജു മോളെ, എനിക്കമ്മയുടെ കൈകൊണ്ട് ആഹാരം കഴിക്കാൻ തോന്നുന്നു അമ്മ. അമ്മയുടെ മടിയിൽ കിടക്കാൻ തോന്നുന്നു അമ്മ. എല്ലാരോടും എനിക്കും അമ്മ ഉണ്ടെന്ന് ധൈര്യപൂർവ്വം പറയാൻ എനിക്കും വലിയ ആഗ്രഹമുണ്ട് അമ്മ. ജീവിതമിതേതോ സ്ഫടികശിലവോ നോവിൻ
ലവ് യു ടു മോളെ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മേ, ഞാൻ വീഡിയോ ഗെയിമിൽ ജയിക്കുന്ന ഓരോ പ്രാവശ്യവും ആനന്ദ് മോൻ ഗ്രേറ്റ് ആണെന്ന് ഇനി ആര് പറയും? ആരും ഇനി പറയില്ല അല്ലേ? ഞങ്ങൾക്ക് അമ്മയല്ലാതെ ഞങ്ങളെ നോക്കാൻ വേറെ ആരും തന്നെ ഇല്ല. ആരുമില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല മോനെ. നിനക്ക് അച്ഛനല്ലേ? നിങ്ങളെയൊക്കെ അച്ഛന് ഒരുപാട് ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ. വരയും വിധി മഴലിൻ സഖേ ഒഴുകൂ. ഇന്നലെയല്ലേ നിങ്ങൾ സ്കൂളിൽ പോയില്ലെന്ന് പറഞ്ഞ് ഡാഡി വഴക്ക് പറഞ്ഞത്? നിങ്ങളെ ദിവസവും ഇങ്ങനെ വഴക്ക് പറയുന്നോണ്ട് ഡാഡി വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അതറിയോ നിങ്ങൾക്ക്? ഡാഡിയുടെ മുമ്പില് നമ്മളിങ്ങനെ സാഡായിട്ടിരിക്കാനോ കരയാനോ പാടില്ല. ഡാഡിക്ക് നമ്മളല്ലേ ധൈര്യം കൊടുക്കേണ്ടത്. നമ്മളെ കണ്ട് ഡാഡിക്ക് ഒരിക്കലും വിഷമം തോന്നരുത്. കരയാതിരിക്കും. കരയരുത്. ചേച്ചി, അമ്മാവാ, അമ്മായി, നമ്മുടെ അരുന്ധതി മരിച്ചു പോയെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൾക്ക് ഇങ്ങനെ ഒരു മരണം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ. അമ്മായി, അമ്മായി ഇങ്ങനെ വിഷമിക്കരുത് പ്ലീസ്. അമ്മായി കരയരുത്. നമ്മൾ ആരോട് എന്ത് ദ്രോഹമാണ് ചെയ്ത്? പൊന്നുപോലൊരു മരുമോളെയാ നമുക്ക് നഷ്ടമായത്. അമ്മാവ, ആരും ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എല്ലാം എന്റെ വിധി, അത്രയുള്ളൂ. മഹേശ്വരി, അവൾ ഒറ്റയ്ക്കല്ലേ? പാവം. എന്തിനാണ് ചിരിക്കുന്നത്? ആ പെണ്ണിനെ അനിയത്തി അനിയത്തി എന്ന് പറഞ്ഞ് നീ എന്നെ ഭ്രാന്തിയാക്കി. ഇപ്പോ
ആ പെണ്ണ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. നീ പറയുമ്പോൾ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു ആരോ. പക്ഷേ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ പെണ്ണിന്റെ വരവെനിക്ക് തടയാൻ പറ്റിയില്ല. സത്യമാണ്, നിനക്കും ആ പെണ്ണിനും തമ്മില് എന്തോ ബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിന്റെ മരണ ദിവസവും അവൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിന്റെ മരണാനന്തര ചടങ്ങിന് പോലും ഇവിടേക്ക് അവൾ അറിയാതെ വന്നിരിക്കുകയാണ്. നീ എനിക്കെതിരെ വന്നെന്ന് തോന്നിയപ്പോ എന്റെ ഒരു ഫ്രണ്ടാണെന്നുള്ള അനുകമ്പ പോലും ഇല്ലാതെയാണ് നിന്നെ ഞാൻ ക്രൂരമായി കൊന്നുകളഞ്ഞത്. അങ്ങനെയുള്ളപ്പോ അവളെ ഞാൻ വെറുതെ വിടുവോ? നാളെ മഹേന്ദ്രൻ, കുട്ടികൾ, അങ്കിൾ, ആന്റി എല്ലാവരും നിനക്ക് വേണ്ടി കരയുന്ന അവസാന ദിവസമാണ്. അതിനുശേഷം ആരും നിനക്ക് വേണ്ടി ഇവിടെ കരയില്ല. ആരും നിന്നെ ഓർക്കാതിരിക്കാനുള്ള പണി ഞാൻ ചെയ്യും. പൂജാരി ഒരു കാര്യം പറഞ്ഞു. നാളെ നിന്നെ എന്നേക്കുമായി ഇവിടുന്ന് യാത്രയാക്കുമെന്ന്. ബായ് ആരു, നിന്നെ ഞാൻ വല്ലാതെ മിസ് ചെയ്യും. മകളെ, കണ്ടു ഗുപ്ത, ഇനി അങ്ങോട്ട് എന്റെ കുടുംബത്തെ നന്നായി സംരക്ഷിക്കുന്ന അവള് പറഞ്ഞത്. എന്റെ കുറവ് അവളെ മാറ്റാനാ നോക്കുന്നത്. പാവം, അവളൊരു പൊട്ടിയ. അവളുടെ കണ്ണീർ മുതലക്കണ്ണീരാണെന്നും അവൾ അഭിനയിക്കുകയാണെന്നും അറിയാതെയാണ് നീ മുകളിലേക്ക് വരാൻ പോകുന്നത് മകളെ. അതാണ് എന്നെ വളരെ അധികം വേദനിപ്പിക്കുന്നത്. സ്നേഹമുള്ള ഇത്രയും പേരെ വിട്ടിട്ട് ഈ ലോകം വിട്ടു പോണെന്ന് പറഞ്ഞ എങ്ങനെയാ വരാൻ പറ്റുക? എന്നെക്കൊണ്ട് പറ്റില്ല. മാഡത്തിന് ഇഷ്ടപ്പെടാത്തത് നടന്നാൽ തന്നെ അവരത് അംഗീകരിക്കില്ല. ഇപ്പോ ആ പെണ്ണ് വന്നതിന് ശേഷം ഇവർ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ല. ഈ ദേഷ്യത്തിൽ ഇവരെന്ത് ചെയ്യുമോ എന്തോ. മാഡം, മാഡം, കോഫി കൊണ്ടുവന്നിട്ടുണ്ട്. മാഡം, നിന്റെ പ്രശ്നം എന്താ? ഒന്ന് പോയി തരുന്നുണ്ടോ? ദേഷ്യപ്പെടാതെ മാഡം. മാഡം, മാഡത്തിന്റെ വിഷമം എന്റെ അടുത്തല്ലാതെ വേറെ ആരടുത്ത് പറയും? ദേഷ്യം ആരടുത്താ കാണിക്കുന്നേ? ആരാണ് ആ പെണ്ണ്? എന്റെ എല്ലാ കാര്യത്തിലും തടസ്സം നിൽക്കുന്നു.